മകീര്യം നക്ഷത്രം. ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ മകീര്യം നക്ഷത്രം അന്ത്യശൂലത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം ദോഷകരമാണ്. മിഥുനം രാശിക്കാരെ അപേക്ഷിച്ച് ഇടവം രാശിക്കാർക്ക് ദോഷഫലം താരതമ്യേന കുറവായിരിക്കും. ചെയ്യുന്ന കാര്യങ്ങളിൽ ജാഗ്രതയും സൂക്ഷ്മതയും നല്ല പോലെ പുലർത്തേണ്ട സമയമാണ്. കർമ്മരംഗത്തിലെ കഠിനാധ്വാനം വഴി നേട്ടങ്ങൾക്ക് ഇടയുണ്ട്. സാഹസികമായിരിക്കുന്ന ചില തീരുമാനങ്ങൾ നിമിത്തമായിട്ട് പ്രതിബന്ധങ്ങളും വന്നു ചേർന്നേക്കാം. സാമ്പത്തികമായിരിക്കുന്ന ചൂഷണത്തിന് ഇരയാകാതെ ശ്രദ്ധിക്കണം. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ചില കരാറുകളിൽ ഒപ്പുവെക്കുവാനോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനോ ഇടയുണ്ട്. വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും ഗുണകരമാണ്. കരുതലോടെയുള്ളതായിരിക്കുന്ന ബിസിനസ് സംരംഭങ്ങൾ വിജയത്തിലെത്തും. നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് കാര്യം വിജയിക്കാത്ത ഒരു അവസ്ഥ വന്നു ചേരുന്നതിൽ മനസ്സ് പ്രയാസപ്പെട്ടേക്കാം. കഷ്ടതകളിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ പിന്തുണ ഏറെ ആശ്വാസകരമാകുന്നതാണ്. പല കാര്യങ്ങളിലും പ്രതിബന്ധങ്ങളൊക്കെ ഇടകാണുന്നത് കൊണ്ട് തന്നെ എടുത്തുചാട്ടം ഒഴിവാക്കിയിട്ട് ആലോചനയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. പൂർവികമായ സമ്പത്തോ മറ്റ് വസ്തുവകകളോ കൈമാറിപ്പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധ വേണം. അനാവശ്യമായിരിക്കുന്ന പല കാര്യങ്ങളും ഏറ്റെടുക്കുവാൻ നിർബന്ധിതനാകും. ആരോഗ്യ കാര്യങ്ങളിലും പ്രത്യേകമായ ശ്രദ്ധ വേണ്ട സമയമാണ്. ശ്വാസകോശ രോഗങ്ങൾ, ഉദരരോഗങ്ങൾ തുടങ്ങിയവ നിമിത്തമായിട്ട് വിഷമതകളും അനുഭവമായേക്കാം. ദോഷപരിഹാരാർത്ഥമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല വഴിപാട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും നടത്തിവരുന്നതും സമ്മോഹന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും നന്മ വരുത്തുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.